ഹലോ, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽസ് ഗുഡ്നെസ്സിൻ്റെ ലിവിൻ കണ്ടീഷണറാണ്. ഇന്നത്തെ വീഡിയോ ബേസ് ചെയ്യുന്നത് ലിവിൻ കണ്ടീഷണർ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതും ഏത് ടൈപ്പ് ഓഫ് ഹെയറിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 100 റുപ്പീസിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. 105 ml ആണ് വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ലിവിൻ കണ്ടീഷണർ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഈ ഒരെണ്ണം കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ സ്മെല്ല് എന്നെ ഇതിൻ്റെ അഡിക്റ്റാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമ്മൾ കുളിച്ചതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. ഇനി ലിവിങ് ഞാൻ പറഞ്ഞില്ല 2 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടെക്നിക്ക് ഇതേപോലെ ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. അതായത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. പിന്നെ പലർക്കും ചിലപ്പോൾ അറിയുണ്ടാവും ലിവിങ് കണ്ടീഷണർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാ കണ്ടീഷണർ കഴുകിക്കളയണ പോലെ കഴുകിക്കളയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ തെറ്റായിട്ടുള്ള രീതിയിലാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഞാൻ തലയൊക്കെ കുളിച്ചിട്ട് കൂടെ ഇല്ലാണ്ട് വെറുതെ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. കേളി ഹെയറിൻ്റെ മാനേജ്മെൻറ്റ്, അത് കേളി ഹെയർ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കേളി ഹെയർ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു കേളി ഹെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നാണ് ഞാൻ റിവ്യൂസൊക്കെ വായിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് കേളി ഹെയർ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി നിങ്ങളുടെ അടുത്ത് അത്രയൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു ലിവിങ് കണ്ടീഷണർ എന്തിനാണ് ഏതിനാണ് എന്ന് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്. 2000 years later. കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ ലിവിങ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് എപ്പോഴും പോസ്റ്റ് വാഷ് ആയിട്ടുള്ള ഹെയറിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഡാമ്പായിട്ടുള്ള ഹെയറിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഹാഫ് വെറ്റ് ആയിട്ടുള്ള ഹെയറിലോ വേണം ചെയ്യാൻ വേണ്ടി. കുളിച്ചതിന് ശേഷം വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീമി കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല. വേഗം തന്നെ നിങ്ങളുടെ ഹെയറിലോട്ട് അബ്സോർബ് ആയിക്കോളും. നിങ്ങൾക്കറിയാം കേളി ഹെയർ ആകുമ്പോൾ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ജട കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരെണ്ണം. ഇത് നിങ്ങൾ സാധാരണ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ കഴുകി കളയൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇതിന് ലിവിൻ കണ്ടീഷണർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ലീവ് ചെയ്തിട്ട് പോകാം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. നിങ്ങളുടെ മുടി ഈസി ആയിട്ട് തന്നെ ഡിറ്റാങ്കിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നല്ലൊരു മോയ്സ്ചർ നിങ്ങളുടെ ഹെയറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.